എല്ലാവർക്കും നമസ്കാരം. യതീഷയുടെ സ്പിരിറ്റ് ഓഫ് ശ്രീരാമ എന്ന ഒരു സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഓ വന്ദേ ഗുരുപാദദ്വന്ദ്വം അവാങ്മാനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം അതൈർക്യം ത്രൈപുരം മഹാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ഇന്നലെ നമ്മൾ കഴിഞ്ഞ 4ാമത്തെ എപ്പിസോഡിൽ രാമായണത്തിലെ കഥാപാത്രങ്ങളുടെ, നമ്മൾ ഇന്ന് വരെ പരിചയപ്പെട്ട കഥാപാത്രങ്ങളുടെ അവരുടെ നാമങ്ങളുടെ യഥാർത്ഥ ആലങ്കാരികമായ അർത്ഥം അല്ലെങ്കിൽ താത്വികമായ അർത്ഥമൊക്കെയാണ് നമ്മൾ ഇന്നലെ പരിശോധിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ അയോധ്യയിൽ ദശരഥൻ്റെ 4 പുത്രന്മാരെ യഥാർത്ഥത്തിൽ ഒരു പുരുഷാർത്ഥത്തിൻ്റെ അല്ലെങ്കിൽ 4 പുരുഷാർത്ഥങ്ങളായ, അതായത് ഒരു മനുഷ്യ ജീവൻ്റെ അല്ലെങ്കിൽ മനുഷ്യാത്മാവിൻ്റെ ആദിമ ലക്ഷ്യമായ, അതായത് എന്താണോ ഒരു മനുഷ്യാത്മാവിൻ്റെ ജീവാത്മാവിൻ്റെ ലക്ഷ്യം, അത് പുരുഷാർത്ഥമാണ്. ആ പുരുഷാർത്ഥങ്ങൾ 4 എണ്ണമാണ്. അത് ധർമാർത്ഥ കാമമോക്ഷങ്ങളാണെന്ന് നമ്മൾ ഇന്നലെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ശ്രീരാമൻ യഥാർത്ഥത്തിൽ ധർമ്മം എന്ന വ്യക്തിത്വവും, ലക്ഷ്മണൻ അർത്ഥം എന്നതും, പിന്നെ ഭരതൻ എന്നുള്ളത് കാമവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നെ ഇന്നലെ ശേഷിച്ചത് ശത്രുഘ്നനായിരുന്നു. ശത്രുഘ്നൻ എന്നുള്ളത് യഥാർത്ഥത്തിൽ ആ പേര് പറയുന്നത് പോലെ തന്നെ ആന്തരികമായ ശത്രുക്കളുടെയും മോക്ഷത്തിൻ്റെയും അല്ലെങ്കിൽ വിമോചനത്തിൻ്റെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു മനുഷ്യാത്മാവ്, ഞാനും നിങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ജീവൻ്റെ പരമമായ ലക്ഷ്യം തേടുന്നത് തന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. തന്ത്രം അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. തന്ത്രം പറയുന്ന യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യമാണ് യഥാർത്ഥത്തിൽ എല്ലാ ആളുകളും കാക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വിഘാതമായിരിക്കുന്നത് നമ്മുടെ എല്ലാം ഉള്ളിലുള്ള ആന്തരികമായ ശത്രുക്കളും, അതുപോലെ ആ ശത്രുക്കളെ ജയിക്കുക എന്ന നമ്മളിൽ ഉണ്ടാവേണ്ട കഴിവുമാണ്. അപ്പോൾ ആന്തരിക ശത്രുക്കളുടെയും വിമോചനത്തിൻ്റെയും, അതായത് മോക്ഷത്തിൻ്റെയും വിജയമാണ് യഥാർത്ഥത്തിൽ ശത്രുഘ്നൻ, അല്ലെങ്കിൽ ശത്രുക്കളെ ഹനിക്കുന്നവൻ, കൊല്ലുന്നവൻ എന്നൊക്കെ അർത്ഥം വരുന്ന ശത്രുഘ്നൻ. അപ്പോൾ മോക്ഷത്തെ അല്ലെങ്കിൽ മോചനത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ശത്രുഘ്നൻ എന്ന കഥാപാത്രം രാമായണത്തിലെ. അദ്ദേഹം കീഴടക്കുന്ന ശത്രുക്കൾ ആരൊക്കെയാണ് യഥാർത്ഥത്തിൽ? അത് ബാഹ്യമായ ശത്രുക്കളല്ല. ശത്രുഘ്നൻ എന്ന അസ്തിത്വത്തിൽ നിന്ന് വേറിട്ട ശത്രുക്കളല്ല, മറിച്ച് ഒരു ജീവനിൽ അല്ലെങ്കിൽ ജീവാത്മാവിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന അസ്തിത്വത്തിൽ തന്നെ അഹങ്കാരം, അത്യാഗ്രഹം, കോപം, ദുഷ്ടശീലങ്ങൾ എന്നിവയാകുന്ന ആന്തരിക ശത്രുക്കളെയാണ് അദ്ദേഹം ഇല്ലാതാക്കുന്നത്. അപ്പോൾ ഈ വിമോചനത്തിന്, ഇത്രയും ശത്രുക്കൾ വിമോചനത്തിന് അല്ലെങ്കിൽ ഈ ശത്രുക്കൾ ജയിച്ചു കഴിഞ്ഞാൽ അത് ഒരു മനുഷ്യാത്മാവിൻ്റെ മോക്ഷത്തിന് വഴിയൊരുക്കുന്നു. അഹങ്കാരം, അത്യാഗ്രഹം, കോപം എന്നിവയുടെ വിജയത്തെയാണ് യഥാർത്ഥത്തിൽ ഈ ശത്രുഘ്നൻ എന്ന നാമം കൊണ്ട് നമ്മൾ രാമായണത്തിൽ നിന്ന് ഗ്രഹിക്കേണ്ട ആലങ്കാരികമായ അല്ലെങ്കിൽ രൂപകങ്ങളായ അറിവ്. അതുകൊണ്ട് തന്നെ വിഷ്ണുവിനെ യഥാർത്ഥത്തിൽ ശത്രുഘ്നനെ വിഷ്ണുവിൻ്റെ ശംഖായ പാഞ്ചജന്യത്തിൻ്റെ അവതാരമായിട്ടാണ് രാമായണത്തിൽ വിഷ്ണു സ്വരൂപം വർണ്ണിക്കുന്ന സമയത്ത് ശത്രുഘ്നൻ പാഞ്ചജന്യമായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ശത്രുഘ്നനുള്ള ഒരു എന്താണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വിനയവും ആത്മീയമായ ഒരു അച്ചടക്കം. അതായത് ഭരതനോടുള്ള ശത്രുഘ്നൻ്റെ ഭക്തി, വിനയം, സമർപ്പണം എന്നിവ ആത്മീയമായ ഉന്നതിക്ക്, ഒരു മനുഷ്യാത്മാവിന്, ഒരു ജീവാത്മാവിന് ആത്മീയമായ വളർച്ചയ്ക്ക്, ഉന്നതിക്ക്, അതുപോലെ തന്നെ ആത്മാവിൻ്റെ ആന്തരികമായ സമാധാനത്തിന്, നിർണായകമായ അഹങ്കാരത്തെ കീഴടക്കുന്നതിൻ്റെയും സ്വയം അച്ചടക്കം സ്വീകരിക്കുന്നതിൻ്റെയും പ്രാധാന്യമാണ് ശത്രുഘ്നൻ എന്ന കഥാപാത്രത്തിൽ നിന്ന് രാമായണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമഗ്രമായി അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ സാരാംശം എന്താണ്? ശ്രീരാമൻ്റെയും സഹോദരന്മാരുടെയും
നാമങ്ങൾ അല്ലെങ്കിൽ പേരുകൾ സനാതനധർമ്മ പാരമ്പര്യത്തിൽ അഗാധമായ ആത്മീയവും ദാർശനികവുമായ അർത്ഥങ്ങൾ വഹിക്കുന്നതായാണ്. മാർഗനിർദ്ദേശങ്ങളായി പ്രവർത്തിക്കുന്നതാണ് ആ നാമങ്ങൾ. ശ്രീരാം അല്ലെങ്കിൽ ശ്രീരാമൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് ദർശനങ്ങളുണ്ട്, ധാർമ്മികമായ മൂല്യങ്ങളുണ്ട്. അപ്പം ആ മൂല്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണർത്താൻ പ്രാപ്തിയുള്ളതാണ് ആ ശബ്ദം തന്നെ, അല്ലെങ്കിൽ ആ നാമങ്ങൾ തന്നെ. നീതിനിഷ്ഠമായ ജീവിതത്തിൻ്റെ പാത, ഉദാത്ത ലക്ഷ്യങ്ങൾ പിന്തുടരാനുള്ള ഒരു ശക്തി നമ്മളിൽ ഉണർത്തുന്ന ഒരു ചൈതന്യം. അതല്ലെങ്കിൽ മനുഷ്യാനുഭവത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് നീതിനിഷ്ഠമായ ജീവിതത്തിൻ്റെയും അതുപോലെ തന്നെ ആത്മീയമായ പുരോഗതിയുടെയൊക്കെ പ്രധാന തത്വങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് രാമായണത്തിലെ മുഖ്യ കഥാപാത്രങ്ങളുടെ നാമങ്ങൾ. അപ്പോൾ ബാഹ്യവും ആന്തരികവുമായ തടസ്സങ്ങളെ മറികടക്കുക എന്നതാണ് ഇവിടെ ഈ ഒരു നാമങ്ങളിലുള്ള അർത്ഥം, അല്ലെങ്കിൽ നാമങ്ങളിലുള്ള ആലങ്കാരികമായ നിഗൂഢമായ തത്വങ്ങളെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി വേറെ ഒരു മാനത്തിൽ ഈ 4 സഹോദരന്മാരെ ഉപമിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ റിലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ബന്ധപ്പെടുത്തിയിരിക്കുന്നത് പ്രകൃതിയിലെ 4 വേദങ്ങളുമായിട്ടാണ്. അതായത് പ്രകൃതിയിലെ എല്ലാ മാധുര്യമുള്ള വസ്തുക്കളെക്കാളും മധുരമുള്ള ഒരു നാമമാണ് യഥാർത്ഥത്തിൽ ശ്രീരാമൻ. അതൊരിക്കലും നാവിലോ മനസ്സിലോ സ്വാധീനം ചെലുത്താൻ മാത്രം, നമ്മൾ നാവിൽ ഉച്ചരിക്കുമ്പോൾ തന്നെ അത് മനസ്സിൽ സ്വാധീനം ചെലുത്താൻ ശക്തിയുക്തമായ നാമമാണ്. മനുഷ്യനെ ഉയർത്താൻ അതിന് വിശാലവും നിഗൂഢവും അല്ലെങ്കിൽ അത്രയും സ്വാധീനമുള്ള കഴിവുകളുള്ളതാണ് ആ നാമത്തിൽ. അതിനാൽ തന്നെ മനസ്സിനെ എപ്പോഴും അതിൽ കേന്ദ്രീകരിച്ച് നിർത്താൻ ശ്രമിക്കണം എന്ന് പറയും. അതാണ് ഈ രാമനാമം ജപിക്കുക എന്ന് പറയുന്നത്. എന്തിനാണെന്നറിയോ? യഥാർത്ഥത്തിൽ ഈ ശ്രീരാമൻ എന്ന കഥാപാത്രത്തെ ഓർക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല. കഥാപാത്രം ആ തത്വത്തിലേക്കുള്ള ഒരു വഴി മാത്രമാണ് ആ കഥാപാത്രം. ശ്രീരാമൻ എന്ന കഥാപാത്രം യഥാർത്ഥത്തിൽ ആ തത്വത്തിലേക്കുള്ള അല്ലെങ്കിൽ ആ ദർശനത്തിലേക്കുള്ള വഴിയാണ്. അതുകൊണ്ട് രാമനാമം ജപിക്കുമ്പോൾ ഈ പറയുന്ന പോലെ മനസ്സ് ഈ പറയുന്ന മൂല്യങ്ങളിൽ നിലനിർത്താൻ സാധിക്കണം. എപ്പോഴും അതിനു ചുറ്റും കേന്ദ്രീകരിച്ച് നിർത്താൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ രാമൻ്റെ കഥയാണ് യഥാർത്ഥത്തിൽ രാമായണം. ഇപ്പോൾ വേദങ്ങളുടെ മറ്റൊരു പതിപ്പാണ് യഥാർത്ഥത്തിൽ രാമായണം. വാൽമീകി രാമായണം എന്താണെന്ന് വെച്ചാൽ വേദങ്ങളുടെ പതിപ്പ് തന്നെയാണ്. വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള നിഗൂഢമായ ദൈവീകമായ അസ്തിത്വശാസ്ത്രങ്ങളെക്കുറിച്ചും അതുപോലെ പ്രകൃതി തത്വങ്ങളെയൊക്കെ കുറിച്ചും കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച് അതൊരു ആഖ്യാന രൂപത്തിൽ ഒരു ഇതിഹാസമായി നമ്മൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചതാണ് ശ്രേഷ്ഠമായ വാൽമീകി മഹർഷി. അപ്പോൾ അതുകൊണ്ട് തന്നെ തിന്മയെ നശിപ്പിക്കുന്നതിനും നീതിനിഷ്ഠമായ ജീവിതത്തിൻ്റെ പുനരുജ്ജീവനത്തിനും സഹായിക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ വേദങ്ങൾ തന്നെ രാമായണമായി അവതരിച്ചത് എന്നാണ് പറയേണ്ടത്. ശരിക്കും വേദസാരം പിൽക്കാലത്ത് രാമായണം എന്ന ഇതിഹാസമായി പുനർജനിച്ചു അല്ലെങ്കിൽ അവതരിച്ചു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഭഗവാൻ ശ്രീരാമനായി അവതാരമെടുത്തപ്പോൾ അത് ആ ഒരു വേദസാരം പ്രചരിപ്പിക്കുക എന്ന ഉത്തരവാദിത്വം സ്വയം അദ്ദേഹം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ കാഴ്ചപ്പാടിൽ ശ്രീരാമനും അദ്ദേഹത്തിൻ്റെ 3 സഹോദരന്മാരും മനുഷ്യരൂപത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിച്ച 4 സത്തകളാണ്, അല്ലെങ്കിൽ ദിവ്യമായ ആ വേദസാരങ്ങളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എങ്ങനെ? അല്ലെങ്കിൽ ഈ ഒരു ആലങ്കാരികതയിലൂടെ നമുക്ക് അവരെ 4 പേരെയും പരിചയപ്പെടാം. ശ്രീരാമൻ യഥാർത്ഥത്തിൽ പറയുന്നത് യജുർവേദസാരമാണ്. യജുർവേദസാരം കാരണം യജുർവേദം നമ്മൾക്കറിയാം മനുഷ്യ സാഹിത്യത്തിൻ്റെ ആദിമ ഗ്രന്ഥം ഏത് എന്ന് ചോദിച്ചാൽ ഋഗ്വേദമാണ്. ആ ഋഗ്വേദത്തെ തന്നെ അല്ലെങ്കിൽ മൊത്തം വേദഗ്രന്ഥങ്ങളെ, ഒരു വേദഗ്രന്ഥത്തെ അല്ലെങ്കിൽ ആ മൊത്തം കൺഗ്ലോമറേഷനെ വേദവ്യാസനാണ് വ്യസിച്ച് 4 വേദങ്ങളാക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ യജുർവേദം യഥാർത്ഥത്തിൽ ക്രിയാപരമായ കാര്യങ്ങളിലാണ് പ്രാധാന്യത്തോടു കൂടിയിട്ട് അതിൻ്റെ വ്യസനം നടന്നത് ക്രിയാപാദത്തിലേക്കാണ്. ഇപ്പോൾ ക്രിയാപാദം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ യജുർവേദത്തിൽ രാമൻ്റെ ജീവിതം എടുത്തു നോക്കിയാലും രാമൻ ധർമ്മം എന്ന ആ പദ്ധതി ജീവിതത്തിലൂടെ ജീവിച്ച് കാണിച്ച് നമ്മൾക്ക് മുമ്പിൽ ജീവിച്ച മനുഷ്യനാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാവുമ്പോൾ
രാമൻ പലപ്പോഴും യജുർവേദവുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. അത് രാമൻ്റെ പ്രവൃത്തി, അതുപോലെ രാമൻ്റെ കടമ, ശ്രീരാമൻ്റെ നീതിപൂർവകമായ പെരുമാറ്റം, അതുതന്നെയാണ് നമ്മൾ ധർമ്മം എന്ന് വിളിക്കുന്നത്. ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നതാണ് ശ്രീരാമൻ്റെ അവതാരം. അപ്പോൾ യജുർവേദത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ആദർശങ്ങളുടെ ഒരു ജീവനുള്ള രൂപം ആണ് യഥാർത്ഥത്തിൽ രാമൻ്റെ അല്ലെങ്കിൽ സാക്ഷാൽ രാഘവൻ്റെ ജീവിതം. പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും ഒരാൾ എങ്ങനെ തങ്ങളുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കണമെന്നും അതുപോലെ തന്നെ നീതി നിലനിർത്തണമെന്നും ചിത്രീകരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം. അതായത് അദ്ദേഹത്തെ ശ്രീരാമൻ എന്ന് വിളിക്കുന്നത് മൂർത്തീകരിച്ച ധർമ്മം എന്ന അർത്ഥം വരുന്ന രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. രാമോ വിഗ്രഹവാൻ ധർമ്മ, അതായത് ധർമ്മത്തിൻ്റെ മൂർത്തി രൂപമാണ് യഥാർത്ഥത്തിൽ ശ്രീരാമൻ. ഇനി ലക്ഷ്മണനെ എടുത്തു നോക്കിയാലോ? ലക്ഷ്മണൻ എന്നുള്ളത് ഋഗ്വേദമായിട്ടാണ് പറയുന്നത്. അവിടെ ലക്ഷ്മണന്റെ അചഞ്ചലമായ ഭക്തിയും ശ്രീരാമനാമത്തിൻ്റെ നിരന്തരമായ ആവർത്തനവും അദ്ദേഹത്തെ ഋഗ്വേദവുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. അവിടെ ഋഗ്വേദം എന്നുള്ളത് ഈ പറയുന്ന തലത്തിലാണ് എടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും. ഋഗ്വേദത്തിൽ വൈദിക മന്ത്രങ്ങളും സ്തുതികളും അടങ്ങിയിരിക്കുന്ന ആ വേദശാഖയിൽ കൂടാതെ ലക്ഷ്മണൻ രാമനാമം തുടർച്ചയായി ജപിക്കുന്നത് ഈ മന്ത്രങ്ങളുടെ ശക്തിയുടെയും ഫലപ്രാപ്തിയുടെയും വ്യക്തിത്വമായി നമ്മൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അതായത് ജ്ഞാനകാന്ഡമാണ് ഇതിൻ്റെ അഭ്യാസമാണ്, അല്ലെങ്കിൽ സ്വാധ്യായ ശാഖയാണ് ഋഗ്വേദം. ആ ഋഗ്വേദ സ്വാധ്യായം എപ്പോഴും നമ്മൾ മന്ത്രത്തെ സ്വരിച്ച് ചൊല്ലിക്കൊണ്ടാണ്. അപ്പോൾ വേദമന്ത്ര കാലഘട്ടത്തിൽ നമുക്കറിയാം, അതാണ് ചില ആളുകൾ പറയും മന്ത്രം ചൊല്ലിക്കൊണ്ടിരുന്നാൽ നമുക്ക് ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? തീർച്ചയായും അല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത്. കാരണം വേദങ്ങളെ വ്യസിച്ചത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. 4 വേദങ്ങളെ 4 രീതിയിൽ വ്യസിച്ചിട്ടുണ്ട്. ജ്ഞാനകാന്ഡ, കർമ്മകാന്ഡം എന്നൊക്കെ പറഞ്ഞ്, ഉപാസനാകാന്ഡം എന്നൊക്കെ പറഞ്ഞ് വ്യസിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കാരണം എന്താ? ഇതൊക്കെ ജീവിതത്തിൽ സമഗ്രമായി അപ്ലൈ ചെയ്യേണ്ടതാണ്. അതാണ് അഥർവം പോലും, ആപ്ലിക്കേഷനാണ്. അപ്ലൈ ചെയ്യേണ്ട സ്ഥലത്തിന് പോലും വേദമുണ്ട്. അവിടെയാണ് ഭാരതം അഥർവം അപ്ലൈ ചെയ്ത സമയത്താണ് ഭാരതത്തെ അതിൻ്റെ നെറുകയിൽ സാക്ഷാൽ വിശ്വത്തിൻ്റെ ഗുരുവായി നമ്മൾ കാണുവാൻ വേണ്ടി സാധിച്ചത്. വിവേകാനന്ദ സ്വാമികളൊക്കെ ആ സ്വപ്നം കണ്ട ആ ലോക ജനതയുടെ ഗുരുവായ ആധ്യാത്മിക മണ്ഡലത്തിലെ ഭാരതാംബ. അപ്പോൾ ഇവിടെ ലക്ഷ്മണൻ സദാ ഈ മന്ത്രങ്ങളുടെ ശക്തിയുടെയും ഫലപ്രാപ്തിയുടെയും വ്യക്തിത്വമായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലക്ഷ്മണൻ ശ്രീരാമനിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നതും അദ്ദേഹത്തിൻ്റെ അക്ഷീണമായ സേവനവും ഋഗ്വേദവുമായി പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്ന തത്വമായിട്ടും ഭക്തിയുടെയും സമർപ്പണത്തിൻ്റെയും ആത്മാവിനെ ഉദാഹരണമാക്കുന്നതാണ് ലക്ഷ്മണൻ എന്ന കഥാപാത്രം. ഇനി ഭരതൻ എന്ന കഥാപാത്രത്തെ എടുത്തു നോക്കിയാൽ, അല്ലെങ്കിൽ രാജകുമാരനെ എടുത്തു നോക്കിയാൽ, അല്ലെങ്കിൽ ദശരഥൻ്റെ 3ാമത്തെ പുത്രനെ എടുത്തു നോക്കിയാൽ സാമവേദമായിട്ടാണ് അവിടെ ഭരതനെ ബന്ധപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. അതായത് സംഗീത സ്തുതികൾക്കും ഭക്തിപരമായ സ്തോത്രങ്ങളും ഗാനങ്ങളും പേരുകേട്ട വേദമാണ് സാമം, സംഗീത കലയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്, ഈശ്വരീയമായ സംഗീതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവിടെ ഭരതൻ പ്രതിനിധീകരിക്കുന്നത് സാമവേദത്തെയാണ്. ഭരതൻ്റെ അഗാധമായ സ്നേഹവും തുടർച്ചയായ ശ്രീരാമസ്മരണയും ഗാനങ്ങളിലൂടെയും കീർത്തനങ്ങളിലൂടെയും ആരാധനയിലൂടെയും സാമവേദത്തിൻ്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നതാണ്. ഭക്തിയുടെ ശക്തിയെയും ആരാധനയുടെ സംഗീതവശത്തെയും എടുത്തു കാണിക്കുന്നതാണ്. അതായത് ഭക്തി എന്ന മാനത്തിൻ്റെ ശക്തി, അതുപോലെ സംഗീതം എന്ന വഴിയുടെ, അല്ലെങ്കിൽ ആരാധന എന്ന വഴിയുടെ സംഗീതത്തിൻ്റെ വശത്തെയും എടുത്തു കാണിക്കുന്നതാണ് ഭരതൻ എന്ന കഥാപാത്രം. ഇനി ശത്രുഘ്നനെ നോക്കിയാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രാക്ടിക്കൽ അഥർവവേദം, ആന്തരികവും ബാഹ്യവുമായ പ്രതിബന്ധങ്ങളെ മറികടക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പേരുകേട്ട അഥർവവേദം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ആപ്ലിക്കേഷൻ, വേദത്തിലെ തത്വങ്ങൾ ജനനന്മയ്ക്ക് വേണ്ടി, മനുഷ്യരാശിയുടെ പുരോഗതിക്ക് വേണ്ടി അതൊരു സയൻസായി അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത് അഥർവവേദ കാലഘട്ടങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഋഗ്വേദത്തിലും യജുർവേദത്തിലും സാമവേദത്തിലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉപവാസങ്ങളും ഒക്കെ ആയി നടന്ന സമയത്ത്
അഥർവവേദം അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ എന്താ പ്രായോഗിക തലം? ആന്തരികവും ബാഹ്യവുമായ പ്രതിബന്ധങ്ങളെ മറികടക്കുന്നതിൽ. അഥർവവേദ കാലഘട്ടം ഇങ്ങനെ തന്നെയായിരുന്നു. മാനവരാശി ഒരുപാട് കാര്യങ്ങളിൽ പുരോഗതി കൈവരിച്ച സമയം. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ ഹെൽത്ത് കെയർ, അതുപോലെ ദൈനംദിനമായ ജീവിതത്തിൽ, എന്തൊക്കെ കൃഷിയിൽ, ഇതിലൊക്കെ പുരോഗതി ശാസ്ത്രത്തിൻ്റെ പിൻബലത്തോടെയാണ് ഉണ്ടായത്. ഇപ്പം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഏതാണ്? പ്രകൃതി തത്വങ്ങളെ മനുഷ്യൻ്റെ നന്മക്കായി അപ്ലൈ ചെയ്യുക, അതിനെ മനസ്സിലാക്കി മനുഷ്യൻ്റെ നന്മയിലേക്ക് അപ്ലൈ ചെയ്യുക, അതാണ് അഥർവവേദം. ഇവിടെ ആന്തരികവും ബാഹ്യവുമായ, അതായത് മാനസിക തലത്തിൽ മാനവരാശി നേരിട്ട ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? മനുഷ്യൻ്റെ പരിണാമ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ ബാഹ്യമായ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ, വരൾച്ച, ഇതിനൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ അണക്കെട്ടുകൾ, അതുപോലെ അർബൻ സിറ്റി ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ നടന്നത് ഈ അഥർവവേദ കാലത്താണ്. അതായത് നമുക്കറിയാം ദ്വാപര യുഗത്തിൻ്റെ അവസാനത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താ യഥാർത്ഥത്തിൽ ഇപ്പോൾ മോഹൻജോദാരോ ഹരപ്പ സിവിലൈസേഷൻ്റെ എക്സ്കവേഷൻസിലൊക്കെ പറയുന്നുണ്ട് അല്ലേ? കാരണം ആ ദ്വാപരത്തിൻ്റെ അവസാനത്തും കലിയുടെ ആരംഭത്തോടു കൂടിയിട്ടൊക്കെ നിലനിന്ന എൻറ്റിറ്റീസിനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ആ സമയത്ത് മാനവരാശി ഒരു വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ടായിരുന്നു. ഈവൻ ശത്രുക്കൾ, ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളിൽ പ്രയോഗിക്കുന്ന അസ്ത്രങ്ങൾ, ശസ്ത്രങ്ങൾ, ഇതൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻ തലത്തിലേക്ക് കൊണ്ടുവന്ന കാലം അഥർവവേദം. അപ്പോൾ ഇവിടെ രാമായണത്തിൽ യഥാർത്ഥത്തിൽ അത് ശത്രുഘ്നനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശത്രുക്കളെ കീഴടക്കുന്നതിലും ആവം, അതുപോലെ അത്യാഗ്രഹം, കോപം തുടങ്ങിയ എല്ലാ നകാരാത്മകമായ ഗുണങ്ങളെ കീഴടക്കുന്നതിലും ശത്രുഘ്നൻ്റെ പേര് അല്ലെങ്കിൽ ശത്രുഘ്നൻ്റെ പങ്ക് അഥർവവേദത്തിൻ്റെ പ്രമാണങ്ങളുമായിട്ട് അല്ലെങ്കിൽ പ്രമേയങ്ങളുമായിട്ട് യോജിക്കുന്നതാണ്. ഇതുകൊണ്ട് തന്നെ ഇത് ദുഷ്ടശക്തികൾക്കും ആന്തരിക ക്ലേശങ്ങൾക്കും എതിരായ പരിഹാരങ്ങൾ, ദ സൊല്യൂഷൻസ് ഫോർ ദ മാൻ കൈൻഡ്, അതാണ് യഥാർത്ഥത്തിൽ അഥർവം. തന്ത്രമൊക്കെ ഡെവലപ്പ് ആവുന്നത് അഥർവത്തിൻ്റെ ബേസിലാണ്. അപ്പോൾ എതിരായ പരിഹാരങ്ങളും സംരക്ഷണവും വാഗ്ദാനം ചെയ്യുന്നതാണ് ശത്രുഘ്നൻ എന്ന അസ്തിത്വം. അപ്പോൾ അടിസ്ഥാനപരമായി പറഞ്ഞാൽ ഈ ആലങ്കാരികമായ ബന്ധങ്ങൾ സൂചിപ്പിക്കുന്നത് രാമായണം അതിൻ്റെ കേന്ദ്ര വ്യക്തികളുടെ അല്ലെങ്കിൽ കേന്ദ്ര വ്യക്തിത്വങ്ങളുടെ ജീവിതത്തിലൂടെയും പ്രവൃത്തികളിലൂടെയും വേദങ്ങളുടെ കാതലായ ആദർശങ്ങൾ അല്ലെങ്കിൽ ദർശനങ്ങൾ പഠിപ്പിക്കുകയും ആത്മാവിനെ മനോഹരമായി ചിത്രീകരിക്കുന്നതും അതുപോലെ വേദതത്വങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാമെന്നുള്ളതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണം നൽകുന്നതുമാണ്. ഇപ്പോൾ രാമായണം യഥാർത്ഥത്തിൽ വേദതത്വങ്ങൾ തന്നെ ജീവിക്കുന്ന കഥാപാത്രങ്ങളിലൂടെ ബന്ധപ്പെടുത്തി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അതേപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ പരിചയപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന പേരാണ് ഈ ഖണ്ഡങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഈ ബാലകാണ്ഡത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന പേരാണ് കുലഗുരുവായ വസിഷ്ഠൻ്റെ പേര്. വസിഷ്ഠ എന്ന പേരിനെ തന്നെ നോക്കൂ, വസിഷ്ഠ. വസി എന്നാൽ താമസക്കാരൻ, ഷ്ട എന്നാൽ നിൽക്കുന്നത് അല്ലെങ്കിൽ സ്ഥാപിതമായത് എന്നാണ് അർത്ഥം. വസിഷ്ഠ. അപ്പോൾ എങ്ങനെയാണ് ഇതിന് ഒരുപാട് വ്യാഖ്യാന തലങ്ങൾ വേറെ ഉണ്ടാവും കേട്ടോ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു തലം മാത്രം നിങ്ങളോട് സംവദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം സംസ്കൃത പദങ്ങളുടെ വ്യാഖ്യാനമൊക്കെ വളരെ വിശാലമാണ്. നിരുക്തങ്ങളും വ്യാകരണമൊക്കെ നോക്കിയാൽ ഒരുപാട് വിശാലതയിൽ നമ്മൾക്ക് ഇനിയും ഇതിനെ ഒരുപാട് തലങ്ങളിലൂടെ വ്യാഖ്യാനിച്ച് പോകാൻ സാധിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ വ്യാഖ്യാനിക്കാൻ ഉദ്ദേശിക്കുന്നത് സമ്പത്തിൽ സ്ഥിരതാമസമാക്കിയവൻ വസിഷ്ഠൻ. ഇവിടെ സമ്പത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആത്മീയമായ സമ്പത്തിനെയോ അല്ലെങ്കിൽ ജ്ഞാനത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു ഉയർന്ന അവസ്ഥയിലെ നിവാസി അല്ലെങ്കിൽ വസിക്കുന്നവൻ അല്ലെങ്കിൽ താമസക്കാരൻ, അതായത് ആത്മീയ പ്രബുദ്ധത അല്ലെങ്കിൽ ആത്മീയമായ സാക്ഷാത്കാര അവസ്ഥയെ ഒരു മനുഷ്യാത്മാവിൻ്റെ ജീവാത്മാവിൻ്റെ ആത്മതലത്തിലുള്ള പ്രബുദ്ധത, ആ ഒരു വിസ്ഡമാറ്റിക് അവസ്ഥയാണ് എന്ത് വിളിക്കുന്നത് നമ്മൾ വസിഷ്ഠ. അപ്പോൾ സാരാംശത്തിൽ വസിഷ്ഠൻ എന്താണ്? വസിഷ്ഠൻ എന്ന പേര് ആത്മീയ സമ്പത്തിലോ ജ്ഞാനത്തിലോ അല്ലെങ്കിൽ ഉയർന്ന ബോധാവസ്ഥയിലോ ഉറച്ചു നിൽക്കുന്ന ഒരു ചൈതന്യം എന്ന ആശയമാണ്. അപ്പോൾ നോക്കൂ, യഥാർത്ഥത്തിൽ രാമായണത്തിലെ ഈ കഥാപാത്രങ്ങളൊക്കെ അപ്പം ശ്രീരാമനായാലും ദശരഥനായാലും വസിഷ്ഠനോട് ചോദിച്ചു എന്ന് പറയുമ്പോൾ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും ഡിപ്പെൻഡഡ് അപ്പോൺ ദ ഹയർ കോൺഷ്യസ്നസ്, ആ ചൈതന്യം, ഉയർന്ന ബോധാവസ്ഥയെ
വസിഷ്ഠനോട് ഉപദേശം ചോദിച്ചു, വസിഷ്ഠനോട് ആരാഞ്ഞു, അല്ലെങ്കിൽ വസിഷ്ഠൻ ഉപദേശിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന ഉയർന്ന ബോധാവസ്ഥയിലുള്ള, അതായത് ജ്ഞാനത്തിലോ ആത്മീയമായ പ്രബുദ്ധതയിലോ നിവസിക്കുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ആ ഉറച്ചു നിൽക്കുന്ന ചൈതന്യം ഈ പറയുന്ന ലോവർ കോൺഷ്യസിനോട്, താഴ്ന്ന തലത്തിലുള്ള ബോധത്തോട് പറഞ്ഞു അല്ലെങ്കിൽ ഉപദേശിച്ചു എന്നാണ് മനസ്സിലാക്കിയത്. ശ്രീരാമനും സഹോദരന്മാരും ഉൾപ്പെടെയുള്ള ഇക്ഷ്വാകു അല്ലേ രാജാക്കന്മാരുടെ വംശം അല്ലെ, ആ വംശത്തിൻ്റെ പുരോഹിതനും ആചാര്യനുമാണ് വസിഷ്ഠൻ അല്ലേ. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സേവനം. അപ്പം അദ്ദേഹം ആത്യന്തികമായ ഒരു ഗുരു എന്ന അസ്തിത്വത്തെയാണ് പ്രതീകപ്പെടുത്തുന്നത്. അതായത് നമ്മുടെ ഉള്ളിൽ വിളങ്ങുന്ന ഗുരുതത്വം. വേദങ്ങളുടെയും അസ്ത്രങ്ങളുടെയും ശസ്ത്രങ്ങളുടെയും കുറിച്ചുള്ള അറിവ് മാത്രമല്ല അദ്ദേഹത്തിന്, തൻ്റെ ശിഷ്യന്മാരെ ധർമ്മത്തിൽ, അതായത് നീതിപൂർവകമായ പെരുമാറ്റം അല്ലെ, അങ്ങനെയുള്ള ഒരു ജീവിത ചര്യയിലേക്ക് അദ്ദേഹം നയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വസിഷ്ഠന് ത്രികാലദർശി അല്ലെങ്കിൽ ത്രികാല ദർശനമുള്ള വ്യക്തിയാണെന്ന് പറയും. അതായത് ഭൂതം, വർത്തമാനം, ഭാവി എന്നിവ കാണാനുള്ള കഴിവുണ്ടായിരുന്നു എന്ന് പറയും. ഇവിടെയും നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ, നമ്മുടെ ഹയർ ഇൻ്റലക്റ്റിന്, അതായത് ഇൻ്റലക്റ്റിൻ്റെ തുല്യ ഭാവനയിലൊക്കെ തുല്യ ഭാവത്തിലൊക്കെ നമ്മൾക്ക് എന്തുണ്ടാവും എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഭൂതം, ഭാവി, വർത്തമാനം കാണാനുള്ള കഴിവുണ്ടാവും. മലയാള സിനിമയിൽ പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നു നമ്മളൊക്കെ ചെറുപ്പകാലത്ത്, അയ്യർ ദി ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞു. അവിടെയൊക്കെ പറയാൻ ഉദ്ദേശിച്ച തത്വം ഇതാണ്, ത്രികാല ദർശനം. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ക്രമത്തെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള ആഴത്തിലുള്ള ധാരണയും ദീർഘവീക്ഷണത്തോടെ നയിക്കാനുമുള്ള അദ്ദേഹത്തിൻ്റെ കഴിവാണ് ഇവിടെ ഊന്നി പറയുന്നത്. അതായത് നമ്മുടെയൊക്കെ ഉള്ളിൽ നമ്മളെ ഈ പറയുന്ന പോലെ വളരെ കൃത്യമായി ദീർഘവീക്ഷണത്തോടെ നമ്മളെ നയിക്കുവാനുള്ള നമ്മുടെ ഇൻ്റലക്റ്റിൻ്റെ കപ്പാസിറ്റിയാണ്, ആ കപ്പാസിറ്റിയാണ് നമ്മൾ വസിഷ്ഠൻ, അദ്ദേഹത്തിൻ്റെ കഴിവിനെ ആണ് നമ്മളിവിടെ വസിഷ്ഠൻ. ആ കഴിവിനെ, നമ്മളെ ഉള്ളിൽ വസിക്കുന്ന ആ കഴിവിനെയാണ് വസിഷ്ഠൻ. വൈരുദ്ധ്യമുള്ളതോ എതിർക്കുന്നതോ ആയ പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള അനുരഞ്ജനം, അത് പര്യവേക്ഷണം ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന രാമായണത്തിൽ, ഇതിഹാസത്തിൽ വസിഷ്ഠനെ വിവരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ വസിഷ്ഠൻ എന്ന കഥാപാത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദീർഘവീക്ഷണത്തോടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൈക്കൊള്ളുന്ന, പല സ്ഥലത്തും നമ്മൾ കൈക്കൊള്ളുന്ന തീരുമാനം, ആ തീരുമാനത്തെ നയിക്കാനുള്ള നമ്മളെ ഇൻ്റലക്റ്റിൻ്റെ കഴിവിനെ, ആ ചൈതന്യത്തെ, ആ ചൈതന്യത്തിന് വേറെയും എന്ത് പെക്യുലാരിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യമുള്ളതോ പരസ്പരം കോൺട്രഡിക്റ്റിംഗ് ആയതോ ആയ പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള അനുരഞ്ജനം, ആ അനുരഞ്ജനത്തിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ചൈതന്യവും കൂടിയാണ് നമ്മൾ ഈ പറയുന്ന വസിഷ്ഠൻ. ഓക്കെ, അപ്പോൾ വിയോജിപ്പുകൾക്കിടയിലും പൊതുവായ അടിത്തറ കണ്ടെത്തുകയും ഐക്യം വളർത്തുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം നമ്മുടെ ഉള്ളിൽ നിന്ന് മനസാക്ഷി ശബ്ദം പോലെ പറഞ്ഞു തരുന്ന ഒരു ചൈതന്യം. അപ്പോൾ ഇവിടെ വസിഷ്ഠനെ ഇതിഹാസത്തിൽ എടുത്തു നോക്കുമ്പോൾ രാജ്യത്തിൻ്റെ ലൗകിക കാര്യങ്ങളിൽ ഒരു പ്രമുഖ വ്യക്തിത്വമാണ് അദ്ദേഹമെങ്കിലും വസിഷ്ഠൻ്റെ ആത്യന്തിക സന്ദേശം ലൗകിക ബന്ധനങ്ങളിൽ നിന്ന് വേർപെടുത്തി ആത്മാവിനെ വിമോചനത്തിനായി പരിശ്രമിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ ചുറ്റിപ്പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സൈക്കോളജിക്കൽ ടെക്സ്റ്റാണ് യോഗവാസിഷ്ടം. നിങ്ങളിൽ എത്രയാളത് വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, ജീവിതത്തിൽ അവസരം കിട്ടുമെങ്കിൽ തീർച്ചയായും പഠിച്ചിരിക്കേണ്ടതാണ് യോഗവാസിഷ്ടം. അപ്പം ആ യോഗവാസിഷ്ട പ്രകാരം മനസമാധാനത്തിലൂടെയാണ് യഥാർത്ഥ മോക്ഷം ഒരു മനുഷ്യൻ നേടുന്നത് എന്നാണ് അവിടെ പഠിപ്പിക്കുന്നത്. വസിഷ്ഠൻ അവിടെ പഠിപ്പിക്കുന്നത് മനസമാധാനത്തിലൂടെയാണ് നമ്മൾ മോചനം അല്ലെങ്കിൽ മോക്ഷം നേടുന്നത്. അതാണ് നമ്മൾ പലപ്പോഴും പറയാനുള്ളത്, ജീവിതത്തിൽ ആകെ വേണ്ടത് എന്താണ്? ഇത്തിരി മനസമാധാനം. അപ്പം ഇതിഹാസത്തിലെ കഥാപാത്രങ്ങൾക്കും അതുപോലെ ഇതിഹാസം വായിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും വസിഷ്ഠൻ ഒരു മാതൃകയാവണം. ഒരാളുടെ ജീവിതത്തിൽ ഈ ഗുണങ്ങളുടെ പ്രാധാന്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. രാമായണത്തിൽ ശ്രീരാമൻ്റെ ജീവിതത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആദരണീയനായ ഒരു ഗുരുശ്രേഷ്ഠനാണ് അദ്ദേഹം, വസിഷ്ഠൻ. അപ്പോൾ ശ്രീരാമൻ നമ്മുടെ അവബോധമാകുമ്പോൾ ആ അവബോധത്തിൻ്റെ ഉയർന്ന അവസ്ഥ, അതിനെയാണ് വസിഷ്ഠൻ ഗുരു. മനസ്സിലായോ? ഇപ്പം നിഗൂഢമായി പറഞ്ഞാൽ ആത്മീയമായ മാർഗനിർദ്ദേശം, ജ്ഞാനം, ആത്മസാക്ഷാത്കാരം എന്നിവയുടെ ഒരു മൂർത്തീഭാവത്തെയാണ് വസിഷ്ഠൻ പ്രതിനിധാനം ചെയ്യുന്നത്.
ആത്മീയ ഉപദേഷ്ടാവാണ് അദ്ദേഹം. ആത്മസാക്ഷാത്കാരത്തിലേക്കും പ്രബുദ്ധതയിലേക്കും ഒരു സാധകനെ, ഇവിടെ ശ്രീരാമനെ നയിക്കുന്ന ഗുരുവിനെയോ ആത്മീയ ഉപദേഷ്ടാവിനെയോ ഒക്കെയാണ് വസിഷ്ഠൻ പ്രതീകപ്പെടുത്തുന്നത്. അദ്ദേഹം ആ ജീവാത്മാവിന് ജ്ഞാനം നൽകുന്നു. ആ ജീവാത്മാവിനെ ആചാരങ്ങൾ, ധാർമ്മികമായ ആചാരങ്ങൾ പഠിപ്പിക്കുന്നു. ശ്രീരാമന് തൻ്റെ ദിവ്യ സ്വഭാവം മനസ്സിലാക്കി കൊടുത്തത് വസിഷ്ഠനാണ്. അപ്പം എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്ന ജീവാത്മാവിന് നമ്മുടെ യഥാർത്ഥ പ്രകൃതം സച്ചിദാനന്ദ സ്വരൂപ, ആ സച്ചിദാനന്ദനായ ശിവസ്വരൂപിയാണെന്ന് മനസ്സിലാക്കി തരാൻ നമ്മുടെ ഇൻ്റലക്റ്റിൻ്റെ ഈ ഒരു ചൈതന്യത്തിനാണ് സാധിക്കുക. അതുകൊണ്ട് ഗുരുവായി അദ്ദേഹത്തെ നമ്മൾ രാമായണത്തിൽ പരിചയപ്പെടുന്നു. പിന്നെ വസിഷ്ഠനെ കുറിച്ച് നമ്മൾ ഒന്നുകൂടെ ആഴത്തിൽ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പ്രപഞ്ചബോധമാണ്. വസിഷ്ഠൻ സപ്തഋഷിമാരിൽ ഒരാളാണെന്ന് പറയപ്പെടുന്നതുണ്ട്. അപ്പോൾ ജീവിതത്തിലെ സങ്കീർണതകളിലൂടെ വ്യക്തിഗത ആത്മാവായ ശ്രീരാമനെ നയിക്കുന്ന പ്രാപഞ്ചികമായ ബോധത്തെയും വസിഷ്ഠൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പ്രതിനിധീകരിക്കാം. കോസ്മിക് ഇൻ്റലിജൻസ് വിച്ച് ലീഡ്സ് എ ഹ്യൂമൻ മൈൻഡ്, അല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ, കാരണം നമ്മുടെ മനസ്സിൻ്റെ സ്വാധീനം പ്രാപഞ്ചികമായ ശക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഒരു ഡൾ ക്ലൈമറ്റിൽ പോലും ആ ഡൾ ക്ലൈമറ്റ് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ. പലപ്പോഴും ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് കാണല്ലേ, മഴ, കട്ടൻ ചായ, രവീന്ദ്രൻ മാഷിൻ്റെ പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതെങ്ങനെയാണ്, പുറത്തുള്ള ഒരു ആംബിയൻസ് ആണ് നമ്മുടെ മൂഡ് സെറ്റ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ ജീവാത്മാവായ ശ്രീരാമനെ നയിക്കുന്ന പ്രപഞ്ചബോധമാണ് വസിഷ്ഠൻ എന്ന് പറയും. പിന്നെ ആന്തരികമായ ജ്ഞാനമാണ്, ഇന്നർ വിസ്ഡമാണ് എന്ന് പറയും. ശ്രീരാമനെ ജീവിതയാത്രയിലൂടെ നയിക്കുന്ന ആന്തരികമായ ജ്ഞാനത്തിൻ്റെയോ അവബോധത്തിൻ്റെയോ പ്രതീകമായി വസിഷ്ഠനെ കാണുവാൻ വേണ്ടി സാധിക്കും. ആവശ്യമുള്ള സമയങ്ങളിൽ മാർഗനിർദ്ദേശവും ഉപദേശവും നൽകുന്ന ഉയർന്ന സ്വത്വത്തെയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം, അതായത് നമ്മുടെ അകത്തൊരു ഇന്നർ കോൺഫ്ലിക്റ്റ് നടക്കുന്ന സമയത്ത് നമ്മൾക്ക് മാർഗനിർദ്ദേശവും ഉപദേശവും നൽകുന്ന ഉയർന്ന ഒരു ഹയർ ആയ ഒരു സ്വത്വം, ഹയർ സെൽഫ് ആണ് ആര്, വസിഷ്ഠൻ. അതുകൊണ്ടാണ് ഗുരു എന്ന തത്വത്തിൽ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. ഇനി പിന്നെയുള്ളത് കർമ്മബന്ധമാണ്. അതെന്താ, ശ്രീരാമൻ്റെ ജീവിതത്തിലെ വസിഷ്ഠന് കർമ്മബന്ധമായിട്ടും പറയുന്നുണ്ട്. ശ്രീരാമൻ്റെ ജീവിതത്തിലെ വസിഷ്ഠൻ്റെ പങ്ക് കർമ്മബന്ധങ്ങളുടെ ആശയത്തെയും ഒരാളുടെ ആത്മീയമായ വംശത്തെ ബഹുമാനിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെയും എടുത്തു കാണിക്കുന്നുണ്ട്. ഭൂതകാലത്തിനും വർത്തമാനത്തിനും ഇടയിലുള്ള ഒരു പാലം പോലെയാണ് അദ്ദേഹം വർത്തിക്കുക. ശ്രീരാമനെ അദ്ദേഹത്തിൻ്റെ ആത്മീയ പൈതൃകവുമായി ബന്ധിപ്പിക്കുന്ന ഘടകമാണ് വസിഷ്ഠൻ എന്ന് പറയും. ചുരുക്കി പറഞ്ഞ രാമായണത്തിലെ വസിഷ്ഠൻ്റെ കഥാപാത്രം ആത്മീയ മാർഗനിർദ്ദേശം, അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം, ജ്ഞാനം തേടുന്നത് എന്നിവയുടെ പ്രാധാന്യത്തെ കുറിച്ച് സംസാരിക്കുന്നതാണ്. ഇപ്പം ശ്രീരാമനുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം ഒരാളുടെ ആത്മീയ അല്ലെങ്കിൽ വംശപരമ്പരയെ ബഹുമാനിക്കുന്നതിന്, പൈതൃകത്തെ ബഹുമാനിക്കുന്നതിൻ്റെയും പ്രബുദ്ധരായ ഉപദേഷ്ടാക്കളിൽ നിന്ന് മാർഗനിർദ്ദേശം തേടുന്നതിൻ്റെയും പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന, നിങ്ങളെയും എൻ്റെയൊക്കെ ജീവിതത്തിൽ നമ്മളുടെ പൈതൃകത്തെ, വംശപരമ്പരയെ നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ പ്രബുദ്ധരായ വ്യക്തിത്വങ്ങളിൽ നിന്ന്, ഉപദേഷ്ടാക്കളിൽ നിന്ന് മാർഗനിർദ്ദേശം സ്വീകരിക്കുന്നതിൻ്റെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്നതാണ് യഥാർത്ഥത്തിൽ. അതുപോലെ തന്നെ നമ്മുടെ ഇന്നർ വോയിസ് ആയിട്ട് ആത്മീയമായ മാർഗനിർദ്ദേശങ്ങൾ ഒരു ജീവാത്മാവിൻ്റെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന ചൈതന്യമാണ് എന്നൊക്കെയാണ് നമ്മൾ വസിഷ്ഠൻ എന്ന കഥാപാത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയുള്ളത്, ഇതുപോലെ നമ്മൾ ഇത്രയും നേരം ബാലകാണ്ഡത്തിൽ വളരെ പ്രാധാന്യത്തോട് സീതാസ്വയംവരം വരെ എത്തിച്ച വിശ്വാമിത്രൻ എന്ന നാമത്തിൻ്റെ ഘടകമാണ്. അവിടെ വിശ്വാമിത്രൻ എന്ന പേരിനെ യഥാർത്ഥത്തിൽ അതിന് രണ്ട് പദമായിട്ടാണ് വിഭജിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഒന്ന്, വിശ്വ എന്നാൽ ലോകം അല്ലെങ്കിൽ പ്രപഞ്ചം എന്ന പദം. മിത്രൻ എന്ന് പറഞ്ഞാൽ സുഹൃത്ത്. വിശ്വാമിത്രൻ എന്നാൽ ലോകത്തിൻ്റെ സുഹൃത്ത്, അല്ലെങ്കിൽ സാർവത്രികമായ സുഹൃത്ത്, അല്ലെങ്കിൽ പ്രപഞ്ചവുമായി സൗഹൃദം സ്ഥാപിച്ചവൻ എന്നും വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഇപ്പോൾ വിശ്വാമിത്രൻ എന്ന പേര് യഥാർത്ഥത്തിൽ സാർവത്രികമായ കാരുണ്യം, അതുപോലെ തന്നെ കോംപ്രഹെൻസീവായ കോസ്മിക് ഇൻ്റലിജൻസ്, പ്രപഞ്ചബോധം, അതുപോലെ വിപരീതങ്ങളുടെ സമന്വയം, കോൺട്രഡിക്ടറി എക്സിസ്റ്റൻസിനെ തമ്മിൽ ചേർക്കുന്നത്, യൂണിഫൈ ചെയ്യുന്നത് എന്ന അർത്ഥം കൂടെ അവിടെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം.
ഇപ്പൊ ലോകത്തെ ഏകീകൃതമായി കാണുകയും എല്ലാ ജീവികളെയും സൗഹൃദത്തോടും അനുകമ്പയോടും കൂടി പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു മഹാവ്യക്തിത്വം. ആ വ്യക്തിത്വത്തിന് വ്യക്തിഗത അഹങ്കാരത്തെ മറികടന്ന് പ്രപഞ്ചവുമായി താതാത്മ്യം പ്രാപിക്കുകയും എല്ലാത്തിൻ്റെയും പരസ്പര ബന്ധിത്വം അല്ലെങ്കിൽ ബന്ധിതത്വം കാണുകയും ചെയ്യുന്ന ഒരാൾ. ക്ഷത്രിയ ബ്രാഹ്മണ ഗുണങ്ങൾ ഒരാളിൽ സംയോജിക്കുന്ന രൂപം. അതായത് ക്ഷത്രിയൻ എന്ന് പറയുമ്പോൾ ഒരു യോദ്ധാവിൻ്റെ ഗുണം, അതുപോലെ ഒരു പുരോഹിതൻ്റെ ഗുണം. ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ ഒരു പുരോഹിതൻ്റെ ഗുണം. ഇത് രണ്ടും ഒരു വ്യക്തിയിൽ സമ്മേളിച്ചാൽ എങ്ങനെയുണ്ടാവും? അതാണ് വിശ്വാമിത്രൻ. അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ, ധ്യാനം തുടങ്ങിയ ഈ പറയുന്ന വിരുദ്ധ ശക്തികൾ തമ്മിൽ ഒരാളിൽ സമ്മേളിച്ചതായിട്ട് കാണും. ഒരു ഭാഗത്ത് അദ്ദേഹം പ്രവൃത്തി എന്ന് പറഞ്ഞാൽ രജസ് ആയിട്ടിരിക്കും, ധ്യാനം എന്ന് പറഞ്ഞാൽ സാത്വികം, ധ്യാനാവസ്ഥയിലും കാണാം. ഇപ്പോൾ വിശ്വാമിത്രൻ എന്നതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ പോലെ പ്രപഞ്ചത്തിൻ്റെ സുഹൃത്താണ്, അല്ലെങ്കിൽ എല്ലാവരുടെയും സൗഹൃദം കാക്ഷിക്കുന്നവൻ. അദ്ദേഹത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ, ജീവചരിത്രം നോക്കിയാൽ, ഒരു രാജാവിൽ നിന്ന് സാർവത്രികമായ ഒരു സുഹൃത്ത് എന്ന ബോധത്തിലേക്ക് വളർന്നു വന്ന മനുഷ്യനാണ് വിശ്വാമിത്രൻ. തുടക്കത്തിൽ കൗശികൻ എന്ന ശക്തനായ രാജാവായിരുന്നു യഥാർത്ഥത്തിൽ. അദ്ദേഹം ശരിക്കും തീവ്രമായ തപസ്സിലൂടെയും അതുപോലെ തന്നെ വ്രതങ്ങളിലൂടെയും ഒക്കെയാണ് ബ്രഹ്മർഷി എന്ന പദവി നേടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വസിഷ്ഠമുനിയുടെ ശക്തിക്ക് തുല്യമാകാനോ അതിനെ മറികടക്കാനോ ഉള്ള ആഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ സാധനയ്ക്ക്, അല്ലെങ്കിൽ ഈ മഹാവ്രതത്തിന്, മഹാതപസ്സിന് ഇന്ധനമായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ വസിഷ്ഠനും വിശ്വാമിത്രനും രണ്ട് വ്യക്തികൾ എന്ന കോൺഫ്ലിക്ട്സ് അല്ല യഥാർത്ഥത്തിൽ. നമ്മുടെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആത്മാവിൻ്റെ ധാർമ്മികപരമായ ആചാരങ്ങളിലേക്കും അവൻ്റെ കുലാചാരങ്ങളിലൊക്കെ അവനെ ബന്ധിപ്പിച്ച് നിർത്തുന്ന ധാർമ്മിക മൂല്യങ്ങളൊക്കെ അവനെ ബന്ധിപ്പിച്ച് നിർത്തുന്ന നമ്മുടെ ഉള്ളിലെ തന്നെ ഈശ്വരീയമായ ഗുണമാണ് വസിഷ്ഠൻ, അല്ലെങ്കിൽ വസിഷ്ഠൻ എന്ന് നമ്മൾ അവിടെ മനസ്സിലാക്കിയപ്പോൾ, ഇവിടെ നമ്മൾ വിശ്വാമിത്രൻ എന്ന് വരുമ്പോൾ പ്രാപഞ്ചികമായ അസ്തിത്വങ്ങളോട്, അല്ലെങ്കിൽ പ്രാപഞ്ചികമായ എല്ലാ അസ്തിത്വങ്ങളെയും സൗഹൃദ രൂപേണ തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനുള്ള നമ്മുടെ മനസ്സിൻ്റെ ഒരു നിലയെ, അല്ലെങ്കിൽ അതിന് പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ അകത്തുള്ള ആന്തരികമായ ചോദനയാണ് നമ്മൾ ഇവിടെ വിശ്വാമിത്രൻ എന്ന് വിളിക്കുന്നത്. ഇപ്പം തൻ്റെ കഠിനമായ തപസ്സിലൂടെ, ആത്മീയ യാത്രയിലൂടെ, അതുപോലെ ആ ആത്മീയ യാത്രയിൽ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. അത് നമുക്ക് അറിയാം അല്ലേ. അപ്സരസുകളിലെ എന്താ പറയുക, അവരുടെ സാന്നിധ്യത്തെ മറികടക്കേണ്ടി വന്നു, തൻ്റെ കോപത്തെയും അഹങ്കാരത്തെയും മറികടക്കേണ്ടി വന്നു. അവസാനം അദ്ദേഹം ബ്രഹ്മഋഷി എന്ന പദവി നേടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാർവത്രികമായ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മൂർത്തിഭാവമാണ് അദ്ദേഹം എന്ന് നമ്മൾ പറയുമ്പോൾ, ഏറ്റവും ഉയർന്ന ആത്മീയ തലത്തിലെത്തിയ സമയത്ത് ബ്രഹ്മാവ് തന്നെ അദ്ദേഹത്തിന് വിശ്വാമിത്രൻ എന്ന പേര് നൽകുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ക്രിയേറ്റീവ് ഫോഴ്സാണ് നമ്മളെ ആ ഒരു എൻറ്റിറ്റി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നാണ് ഇവിടെ ഞാൻ മനസ്സിലാക്കേണ്ടത്. ബ്രഹ്മാവ് പദവി നൽകുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ള ആ സത്വബുദ്ധിയാണ് ബ്രഹ്മാവ്. ആ സത്വബുദ്ധി എന്തിനെ അംഗീകരിക്കുന്നു? എൻ്റെ ഉള്ളിലുള്ള ബ്രദർഹുഡ്നെസ്, അതിനെ അംഗീകരിക്കുന്നു. അതാണ് ബ്രഹ്മഋഷി പദവി നൽകുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതിരുകളില്ലാത്ത സ്നേഹം, കാരുണ്യം, ഇതൊക്കെ ബ്രഹ്മാവ് തിരിച്ചറിഞ്ഞിട്ടാണ് ആ പേര് നൽകിയത്. അതെല്ലാ വ്യക്തികളിലേക്കും, ജീവജാലങ്ങളിലേക്കും, ഗ്രഹങ്ങളിലേക്കും, നക്ഷത്രങ്ങളിലേക്കും, ഗാലക്സികളിലേക്കും ഒക്കെ വ്യാപിക്കുന്ന ഗുണമാണ്. അപ്പോൾ പിന്നീട് നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്താണ് അദ്ദേഹം. കാലാതീതനും വിശാലനുമാണ് അദ്ദേഹം. അപ്പോൾ ഭൂതകാലത്തിലും വർത്തമാനത്തിലും ഭാവിയിലും നിലനിന്നിരുന്നതെല്ലാം ഉൾക്കൊള്ളുന്ന കാലാതീതനും വിശാലനുമായ ഒരു സുഹൃത്ത് എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ ഈ പേര് നൽകി സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്നേഹം അത്രയും വിശാലമാണ്. അതായത് പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഇൻക്ലൂസീവായ നമ്മുടെ ഉള്ളിലുള്ള ഒരു ശക്തി ചൈതന്യത്തെ ഞാൻ വിളിക്കുന്ന പേരാണ് വിശ്വാമിത്രൻ. ഓക്കെ, ഈ വിശ്വാമിത്രൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ, ബ്രഹ്മഋഷിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു മന്ത്രത്തെ ഓർമ്മ വരും. ഗായത്രി അല്ലേ, ഗായത്രിയെ ദർശിച്ച വിശ്വാമിത്രൻ. അപ്പോൾ ഇവിടെയും നമ്മൾക്കറിയാം ഗായത്രി, കുറച്ച് നേരത്തെ വിശ്വാമിത്രൻ,
ഗായത്രി, ത്രയംബകം, ത്രിതത്വം, ദ ഡിവൈൻ ട്രിനിറ്റി. ഈ ട്രിനിറ്റി കൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി നടക്കുന്നു. സത്വരജസ്തമസ്, ഈ സൃഷ്ടിക്ക് കാരകത്വം വഹിക്കുന്നത് സൂര്യനാണ്, സവിതാവാണ്. അതുകൊണ്ട് തന്നെ ഗായത്രിയിൽ നമ്മൾ സവിതാവിനോടാണ് പ്രാർത്ഥന. ഇവിടെയും പറയുന്നു വിശ്വത്തിൻ്റെ സുഹൃത്താണ് അദ്ദേഹം. പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും സാഹോദര്യത്തോടുകൂടി ഇൻക്ലൂസീവായി സ്വീകരിക്കുന്ന ഒരു ശക്തി ചെയ്തു. നോക്കൂ, ഇങ്ങനെയാണ് കഥാപാത്രങ്ങൾ നമ്മുടെ വേദങ്ങളിലായാലും നമ്മൾക്ക് ഇതിഹാസ പുരാണങ്ങളിലായാലും കാണുവാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഗുണം നോക്കൂ എന്തൊക്കെയാണെന്ന്. യഥാർത്ഥത്തിൽ പരിമിതികളെ മറികടക്കുക. രാജകീയ വംശത്തിൽ നിന്ന് ഉയർന്ന ആത്മീയ ക്രമത്തിലുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര തന്നെ എന്താണ്? ഒരു രാജാവായി, രജസ്വിയായി, ക്ഷത്രിയ ഗുണങ്ങളിൽ നിന്ന് അദ്ദേഹം ആ ക്ഷത്രിയ ഗുണത്തിൻ്റെ ഒരു കെട്ടുപാടുകളിൽ നിന്ന് സാമൂഹിക മാനദണ്ഡങ്ങളെയും വളർച്ചയ്ക്കും ആത്മീയ പുരോഗതിക്കുമുള്ള ഒരാളുടെ സാധ്യതയെ കുറിച്ചിട്ടാണ്. അതായത് എല്ലാ മുൻവിധികളെയും, ഞാൻ ക്ഷത്രിയ കുലജാതനാണ്, അതുകൊണ്ട് ക്ഷത്രിയ കുലത്തിൽ ജനിച്ചത് കൊണ്ട് തന്നെ എനിക്ക് ബ്രാഹ്മണ്യം സ്വീകരിക്കാൻ സാധിക്കില്ല എന്ന മുൻവിധികളെയൊക്കെ മറികടക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്തു പറയുക? വിശ്വാമിത്രൻ. എല്ലാത്തിനെയും ഇറ്റ് ഈസ് പോസിബിൾ, അതുകൂടെ എന്നിലുണ്ട്, എന്നെക്കൊണ്ട് സാധിക്കും എന്നൊക്കെ പറയുന്ന നമ്മുടെ മൈൻഡ് സെറ്റാണ്. വേറെന്താണ്? അഹങ്കാരത്തെയും ആഗ്രഹങ്ങളെയൊക്കെ കീഴടക്കുക എന്നുള്ളതാണ് വിശ്വാമിത്രൻ്റെ വേറൊരു ഗുണം. വിശ്വാമിത്രൻ്റെ കോപവുമായുള്ള പോരാട്ടം ആണ് നമ്മൾ മേനക, രംഭ തുടങ്ങിയ അപ്സരസുകളുടെ കഥ, അല്ലേ? അത് നമുക്ക് അറിയണതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഏറ്റുമുട്ടലുകളും അതുപോലെ തന്നെ ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പാതയിൽ ശരിക്കും വിജയിക്കേണ്ട, അല്ലേ, ആ വിജയിക്കേണ്ട കാമം, കോപം, അതുപോലെ അഹങ്കാരം എന്നിവയ്ക്കെതിരെ അദ്ദേഹം നടത്തിയ ആന്തരിക പോരാട്ടങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധയോടെ നോക്കിക്കാണേണ്ടത്. ഇനി അദ്ദേഹത്തിൻ്റെ തപസ്സിൻ്റെയും ദൃഢനിശ്ചയത്തിൻ്റെയും ശക്തി അപാരമാണ്. ശക്തിയിലേക്കുള്ള ഒരു മാർഗമായിട്ടാണ് സന്യാസം. ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന വിശ്വാമിത്രൻ്റെ കഠിനമായ തപസ്സും ഒരാളുടെ ലക്ഷ്യം അത് യഥാർത്ഥത്തിൽ ലൗകികമോ ആത്മീയമോ ആകട്ടെ, അത് നേടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പരിശ്രമത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ശക്തിയെ പ്രതീകപ്പെടുത്തുന്ന ഒരു ഐക്കണാണ് വിശ്വാമിത്രൻ. കൺസിസ്റ്റൻസിയെ നമുക്ക് പഠിക്കണമെങ്കിൽ വിശ്വാമിത്രനെ നോക്കിയാൽ മതി. ഇനി വേറെ എന്താണ്? അദ്ദേഹത്തിന് മാർഗദർശനവും അതുപോലെ മാർഗനിർദ്ദേശവും അദ്ദേഹം നൽകും. ശ്രീരാമനും ലക്ഷ്മണനും ഗുരു ആയിക്കൊണ്ട് വിശ്വാമിത്രൻ ശ്രീരാമനും ലക്ഷ്മണനും ഒരു ഉപദേഷ്ടാവായി സേവിക്കുകയാണ് ചെയ്യുന്നത്. വെല്ലുവിളികളിലൂടെ അവരെ നയിക്കുകയും സുപ്രധാനമായ അറിവുകൾ അവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ധർമ്മത്തിനായി ഇവരെ സജ്ജരാക്കുക. കാരണം നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞു, അല്ലെ? കുറച്ച് നേരത്തെ നമ്മൾ പറഞ്ഞു ധർമാർത്ഥ കാമ മോക്ഷങ്ങളാണ് ഈ പറയുന്ന 4 രാജകുമാരന്മാർ ധർമാർത്ഥ കാമ മോക്ഷങ്ങളാണെങ്കിൽ ആ ധർമ്മത്തിന് വേണ്ടി അവരെ സജ്ജരാക്കുന്നു. വിശ്വാമിത്രൻ അവർക്ക് വളരെ ദിവ്യമായ ആയുധങ്ങളും അറിവും ഒക്കെ നൽകുന്നു. ആയുധങ്ങൾ എന്ന് ഇവിടെ പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്, യഥാർത്ഥത്തിൽ മന്ത്രങ്ങളെയാണ് ഇവിടെ ആയുധങ്ങളായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ആയുധങ്ങൾ വെച്ച് ധർമ്മം ഉയർത്തിപ്പിടിക്കാനും പൈശാചിക ശക്തികളെ നേരിടാനും ഒക്കെ അവരെ സജ്ജമാക്കുന്ന മന്ത്രങ്ങളാണ് അവർക്ക് പകർന്നു നൽകിയിട്ടുള്ളത്. ഭാവി രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രീരാമന്റെ വഴികാട്ടിയായി വിശ്വാമിത്രന്റെ പങ്ക് രാമായണത്തിലെ സംഭവങ്ങളെ രൂപപ്പെടുത്തുന്നത്. രാമന്റെ ഭാവി, രാമന്റെയും സീതന്റെയും ആ ഈശ്വരീയമായ ഐക്യമാണ് രാമായണത്തിന്റെ കാതൽ. കാരണം അവര് ഐക്യപ്പെട്ടത് കൊണ്ടാണ് രാവണന് സീതയെ കട്ടുകൊണ്ട് പോയപ്പോൾ രാവണന് റെസ്പോണ്ട് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഇങ്ങനെ നിർണായകമായ സമയങ്ങളിൽ, ആ മുഹൂർത്തങ്ങളിൽ അവരുടെ ഭാവി രൂപപ്പെടുത്തുന്ന റോളും കൂടെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പിന്നെന്താ? അറിവും ആത്മീയ അധികാരവും നമുക്ക് വേണമെങ്കിൽ ശ്രദ്ധിക്കാം. വിശ്വാമിത്രൻ്റെ സ്വർഗീയമായ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ദൈവീകമായ ആയുധങ്ങളിലുള്ള പ്രാവീണ്യം. അദ്ദേഹം ബ്രഹ്മഋഷി ആയതുകൊണ്ട് തന്നെ ആയുധം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ നെറ്റിച്ച് വിളിക്കും, ഋഷിമാർക്ക് എന്തിനാണ് ആയുധം? ഇവിടെ ആയുധം ഈ പറയുന്ന പോലെ മന്ത്രശക്തിയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു ഋഷിയെ സംബന്ധിച്ചിട്ട് എന്താണ്, ഈ പറയുന്ന ശാസ്ത്രങ്ങളിലൂടെയാണ് അദ്ദേഹം അഭ്യസിക്കുക. അതുകൊണ്ട് തന്നെ ആ ശാസ്ത്രത്തിലെ പ്രാവീണ്യത്തെയാണ് ഇവിടെ ആയുധം എന്നുദ്ദേശിച്ചത്. അപ്പോൾ വിശ്വാമിത്രൻ്റെ ഈ പറയുന്ന ആയുധങ്ങളിൽ, ദിവ്യമായ ആയുധങ്ങളിൽ പ്രാവീണ്യം അത് നീതിപൂർവകമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ
അറിവിൻ്റെ, പ്രത്യേകിച്ച് ആത്മീയ അറിവിൻ്റെ ശക്തിയെ സൂചിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ആയുധം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗായത്രി മന്ത്രം സൃഷ്ടിച്ചത് അല്ലേ, വേദങ്ങളിൽ കാണപ്പെടുന്ന ശക്തമായ പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ മന്ത്രമാണ് ഗായത്രി. ആ മന്ത്രം സൃഷ്ടിച്ചതിൻ്റെ ബഹുമതിയും യഥാർത്ഥത്തിൽ വിശ്വാമിത്രന് സ്വന്തമാണ്. ആത്മീയമായ ക്രിയകളിൽ പവിത്രമായ ശബ്ദങ്ങളുടെയും ജപത്തിൻ്റെയും പ്രാധാന്യത്തെ ഊന്നി പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഗായത്രി മന്ത്രത്തെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വിശ്വാമിത്രൻ ആഴത്തിലുള്ള മാറ്റത്തിൻ്റെയും അതുപോലെ ആത്മീയമായ ഒരു മനുഷ്യാത്മാവിൻ്റെ പരിണാമത്തിലുള്ള മനുഷ്യൻ്റെ കഴിവിനെയും പ്രതിനിധീകരിക്കുന്നതാണ്. അഹങ്കാരത്താൽ നയിക്കപ്പെടുന്ന ഒരു ശക്തനായ രാജാവിൽ നിന്ന് ജ്ഞാനവും അനുകമ്പയും കൊണ്ട് അടയാളപ്പെടുത്തിയ ഒരു ബ്രഹ്മ ഋഷിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആ പരിണാമയാത്ര ഉയർന്ന സത്യങ്ങൾ, ഉയർന്ന ജ്ഞാനം, ഉയർന്ന അറിവ് തേടുന്നതിലുള്ള സ്ഥിരോത്സാഹത്തിൻ്റെയും ആത്മീയമായ നിയന്ത്രണത്തിൻ്റെയും വിജയത്തെ പ്രകടമാക്കുന്നതാണ്. ശ്രീരാമനും ലക്ഷ്മണനും വഴികാട്ടിയായി അദ്ദേഹം വഹിച്ച പങ്ക് അല്ലെ, വ്യക്തികളെ രൂപപ്പെടുത്തുന്നതിലും ധർമ്മത്തിൻ്റെ ഗതിയെ സ്വാധീനിക്കുന്നതിലും ആത്മീയ മാർഗനിർദ്ദേശത്തിൻ്റെയും അറിവിൻ്റെ കൈമാറ്റത്തെയും ഒക്കെ പ്രാധാന്യം എടുത്തുക. അപ്പം നിങ്ങളുടെ എൻ്റെ ഉള്ളിലുള്ള ഈ വിശ്വാമിത്ര ചൈതന്യം യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുക? ഈ പറയുന്ന കാര്യങ്ങളാണ് ചെയ്യുക. ഒരു നമ്മൾ എന്ന വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ, നമ്മളിൽ ധർമ്മത്തിൻ്റെ ഗതിയെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആത്മാവിനെ അല്ലെങ്കിൽ ആത്മീയ മാർഗനിർദ്ദേശത്തിൻ്റെയും അറിവിൻ്റെയും കൈമാറ്റത്തിൻ്റെ പ്രാധാന്യത്തെ എടുത്ത് കാണിക്കുന്ന അസ്തിത്വമാണിത്. അങ്ങനെ വിശ്വാമിത്രൻ എന്ന പേരിൻ്റെ പിന്നിൽ നിഗൂഢ രഹസ്യം അതിൻ്റെ ആത്മീയമായ പ്രതീകാത്മകതയാണ്. ലൗകികമായ അഭിലാഷങ്ങളിൽ നിന്ന്, ആഗ്രഹത്തിൽ നിന്ന് സാർവത്രികമായ എല്ലാത്തിനെയും, സ്വാർത്ഥതയിൽ നിന്ന് പുറത്തേക്ക് കടന്ന എല്ലാത്തിനെയും സ്നേഹത്തിലേക്കും എല്ലാ അതിരുകളെയും മറികടക്കുന്ന കാരുണ്യത്തിൻ്റെയും മൂർത്തിഭാവത്തിലേക്കുമുള്ള ഒരു ആത്മാവിൻ്റെ, ഒരു വ്യക്തിയുടെ പരിവർത്തന യാത്രയാണ് യഥാർത്ഥത്തിൽ വിശ്വാമിത്രൻ. ഇനി നമ്മൾ സ്വയംവരത്തിൽ പരിചയപ്പെട്ട ഒരു കഥാപാത്രമാണ് ജനകൻ അല്ലെ. ജനകൻ എന്ന പേരിൻ്റെ രൂപകം എന്താ അല്ലെങ്കിൽ അലങ്കാരം എന്താണെന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെ രസകരമായ കാര്യങ്ങളാണ് മനസ്സിലാവുക. രാമായണത്തിൽ ജനകൻ എന്ന പേരിൽ കാര്യമായ രൂപകപരമായ പ്രാധാന്യമുണ്ട്. അതെന്താ? ഇത് നിരവധി ആത്മീയ ദർശനവുമായ ആശയങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് ആ പേര്. ജനകൻ എന്ന് പറഞ്ഞാൽ പിതാവ് അല്ലെങ്കിൽ പൂർവികൻ എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ സംസ്കൃതത്തിൽ ജനകൻ്റെ അക്ഷരാർത്ഥം എടുത്തു നോക്കിയാൽ പിതാവ് അല്ലെങ്കിൽ സ്രഷ്ടാവ് എന്നൊക്കെ കാണാൻ സാധിക്കും. സീതയുടെ പിതാവ് എന്ന നിലയിൽ, അത് സീതാമാതാവിനെ ദത്തെടുത്തതാണെങ്കിൽ പോലും പിതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പങ്കിനെ നമുക്ക് ഈ ഒരു അക്ഷരാർത്ഥം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ സമൂഹത്തിൽ പിതൃത്വത്തിൻ്റെയും ഉത്തരവാദിത്വത്തിൻ്റെയും പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്ന ഒരു പേരാണ് ജനകൻ. കാരണം പ്രബുദ്ധനായ ഭരണാധികാരി കൂടിയാണ് അദ്ദേഹം. രണ്ടാമത്തെ ഗുണം, അല്ലെങ്കിൽ തത്വചിന്തകനായ ഒരു രാജാവാണ്. ആത്മീയ ജ്ഞാനത്തിനും ഭൗതിക സ്വത്തുക്കളോടുമുള്ള ഒരു വൈരാഗ്യത്തിനും പേര് കേട്ട ഒരു രാജാവാണ്. അതായത് ആത്മീയമായ ജ്ഞാനമുണ്ട് അദ്ദേഹത്തിന്, അതേസമയം ലൗകികമായ സ്വത്തുക്കളോടൊരു വിരക്തി, ഒരു വേർപിരിയലും അദ്ദേഹത്തിനുണ്ട്. ഒരു ഋഷിയുടെ ഗുണങ്ങളും അതുപോലെ തൻ്റെ ലൗകികമായ കടങ്ങളെ ആത്മീയ കാര്യങ്ങൾക്കൊപ്പം സന്തുലിതമാക്കുന്ന ഒരു രാജാവിനെയാണ് ഇത് സൂചിപ്പിക്കുക. ലോകത്തെ പൂർണ്ണമായും ത്യജിക്കുന്നതിന് പകരം ലൗകികമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് ഒരാൾക്ക് ആത്മീയമായ പൂർണ്ണത കൈവരിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുന്നതാണ് ജനകൻ്റെ ശബ്ദം അല്ലെങ്കിൽ ജനകൻ്റെ കഥാപാത്രം രാമായണത്തിൽ. കാരണം നിങ്ങളും ഞാനും ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന സമയത്തും ഇത്രയും ലോകത്തെ എല്ലാ സുഖ സൗകര്യങ്ങളുടെ നടുവിൽ നമ്മൾ ജീവിക്കുന്ന സമയത്തും നമ്മളെ ജീവിതത്തിൽ ആത്മീയമായ മൂല്യങ്ങൾ, ധാർമ്മികമായ മൂല്യങ്ങളൊക്കെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റണം എങ്കിൽ ഈ പറയുന്ന ജനകൻ്റെ ഗുണം നമുക്ക് ഉണ്ടാവണം. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ ഈ സമയത്ത് എല്ലാ സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ചാൽ പോലും നമ്മുടെ മാനസികമായ തലത്തിൽ അതൊക്കെ ചെയ്യുമ്പോൾ ഒരു ധാർമ്മിക ബോധം നമ്മുടെ ഉള്ളിലുണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾക്ക് പൂർണ്ണത, ആത്മീയമായ ഒരു പൂർണ്ണത ഉണ്ടാവണം. നമ്മൾ കംപ്ലീറ്റ്നെസ് ആയിരിക്കണം നമ്മൾ എന്ന പേഴ്സണാലിറ്റി. ഇനിയിപ്പം രണ്ടാമത്തെ കാര്യം നോക്കിയാൽ അദ്ദേഹത്തെ പറയുന്നതാണ് വിദേഹ രാജ്യത്തിൻ്റെ രാജാവാണെന്ന് പറയും. വിദേഹം ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ. വിദേഹ രാജ്യവും അതിൻ്റെ ഭരണാധികാരിയും അല്ലേ ആണ് ജനകൻ. അപ്പോൾ ഭൗമികമായ
അല്ലെങ്കിൽ പൃഥ്വി സംബന്ധിയായ ഉത്തരവാദിത്തങ്ങൾ അത് വൈരാഗ്യത്തോടെയും ജ്ഞാനത്തോടെയും നിറവേറ്റുന്ന ഒരു ആത്മീയ ആദർശത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ ഒരു ശബ്ദം. രാജാവിനും മകൾ സീതയ്ക്കും ബാധകമായ വിദേഹം എന്ന പദം, കാരണം സീതയെ നമ്മൾ വൈദേഹി എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ സീത തൻ്റെ പിതാവായ ജനകന്റെ ഗുണങ്ങളെ ഉൾക്കൊള്ളുന്നവളാണ്. എന്താണ് ജനകന്റെ ഗുണം? പ്രതികൂല സാഹചര്യങ്ങളിലും വൈരാഗ്യം പോലും, വിശുദ്ധി, പ്രതിരോധശേഷി, അചഞ്ചലമായ ഭക്തി, ഇതൊക്കെ. അതായത് നമ്മൾ ഒന്നിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിരിക്കുമ്പോൾ തന്നെ, വൈരാഗ്യത്തിൽ ഇരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്ന സമയത്ത്, ജീവിതത്തിൽ നിന്ന് തന്നെ ചിലപ്പോൾ ആ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഡിറ്റാച്ച്ഡായി നമ്മൾ ഇരിക്കുന്ന സമയത്തും ഇത് വിശുദ്ധി, പ്രതിരോധശേഷി, അചഞ്ചലമായ ഭക്തി, ഇവ മൂന്നും കൈവിടാത്ത ആളുകളാണ്. അതാണ് വൈദേഹി എന്നൊക്കെ നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ സീത യഥാർത്ഥത്തിൽ ആത്മീയ വിമോചനത്തിൻ്റെ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമുക്ക് വരച്ച് കാണിച്ചു തരുന്നത്. ഇവിടെ വ്യക്തി ഭൗതിക ശരീരത്തിൻ്റെ പരിമിതികളിലോ ലൗകികമായ ആഗ്രഹങ്ങളിലോ കുടുങ്ങിക്കിടക്കാത്തവൻ, അതായത് ഈ ലൗകികമായ ആഗ്രഹങ്ങൾ കൊണ്ട് കെട്ടപ്പെടാത്തവൻ, കെട്ടിയിട്ടിട്ട് ഇല്ലാത്തവൻ എന്നൊക്കെ നമുക്ക് പറയാം. അതാണ് വിദേഹി അല്ലെങ്കിൽ വിദേഹ രാജ്യം എന്നൊക്കെ പറയും. ഇനി വേറൊരു ഗുണം എന്താണ്? അദ്ദേഹത്തിന് ജനകൻ്റെ അറിവും ജ്ഞാനമാണ്. ഉപനിഷത്തുകൾ, അതുപോലെ അഷ്ടാവക്ര ഗീത തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ യാജ്ഞവൽക്യൻ, അഷ്ടാവക്രൻ തുടങ്ങിയ ഋഷിമാരുമായുള്ള ഈ ദാർശനികമായ പാഠങ്ങളിൽ ജനകൻ യഥാർത്ഥത്തിൽ പ്രശസ്തനായിരുന്നു. അറിവിൻ്റെയും ആത്മസാക്ഷാത്കാരത്തിൻ്റെയും ഒക്കെ, അതായത് ആത്മജ്ഞാനത്തിൻ്റെയും ഒരു പിന്തുടർച്ച ആണ് ജനകൻ പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ സാരാംശം പറഞ്ഞാൽ, ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞാൽ, തൻ്റെ നാമത്തിലും പ്രവൃത്തികളിലൂടെയും സന്തുലിതമായ ജീവിതത്തിൻ്റെ ആദർശത്തിൻ്റെ ശക്തമായ ഒരു ഐക്കൺ, ഒന്നുകൂടെ പറയാം, തൻ്റെ പ്രവൃത്തികളിലൂടെ സന്തുലിതമായ ജീവിതത്തിൻ്റെ ആദർശത്തിൻ്റെ ഒരു ശക്തമായ, അതായത് ഒരു ബാലൻസ്ഡ് ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു അസ്തിത്വം, ലോകത്തെ ത്യജിക്കാതെ ആത്മീയ പ്രബുദ്ധതയ്ക്കായി പരിശ്രമിക്കുന്ന, ജ്ഞാനത്തോടും നിസ്സംഗതയോടും കൂടി തൻ്റെ ലൗകിക ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റുന്ന ഒരു ആത്മാവ്. അപ്പോൾ ആത്മാവ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ലോകത്തിൽ നിന്ന് ഒളിച്ചോടേണ്ടതല്ല, ഈ ലോകത്തെ അനുഭവിച്ച്, തൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിച്ച്, ആ അനുഭവിക്കുന്ന സമയത്ത്, അതാണ് ഭോഗം എന്ന് നമ്മൾ വിളിക്കുന്നത്, ആ ഭോഗം. അതേസമയം ഇപ്പുറത്ത് നിസ്സംഗത ഉണ്ടാവണം, യോഗാവസ്ഥ ഉണ്ടാവണം. അങ്ങനെ തൻ്റെ ലൗകികമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന ഒരു ആത്മാവിനെയാണ് ജനകൻ, അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഗുണത്തെയാണ് നമ്മളിവിടെ ജനകൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുന്നത്. പിന്നെ നമ്മൾ കണ്ട ഒരു പേരാണ് പരശുരാമൻ, അല്ലേ? നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു പരശുരാമൻ്റെ വരവും രാമനെ വെല്ലുവിളിക്കുന്നതും ശാർങ്ങൻ എന്ന് പറഞ്ഞ ആ വില്ല് എടുത്ത് ആ പ്രശ്നം പരിഹരിക്കുന്നതും ഒക്കെ. അപ്പോൾ രാമായണത്തിൽ വെറും ഒരു കഥാപാത്രത്തെക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ള ഒരാളാണ് പരശുരാമൻ യഥാർത്ഥത്തിൽ. കാരണം നമുക്കറിയാം, പരശുരാമൻ്റെ ഈവൻ നമ്മുടെ നാടായ കേരളത്തിൻ്റെ ഉൽപ്പത്തി ചരിത്രത്തിൽ പോലും നമുക്ക് പരശുരാമൻ്റെ പരാമർശം അവിടെ കാണാം. കാര്യം പരശുരാമൻ മഴു എറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം എന്താ? മഴു എന്നത് ഞാനിവിടെ നമ്മൾ ഈ സീരീസിൽ പറയുന്ന പോലെ തന്നെയാണ്. മഴു എന്നത് നമ്മൾ ഒരിക്കലും അതിൻ്റെ വാച്യാർത്ഥത്തിൽ പോകരുത്. വെറും ഒരു മഴു എന്നുള്ള അർത്ഥത്തിലല്ല അത് പ്രയോഗിച്ചത്. അത് കഴിഞ്ഞ ശാസ്ത്ര സീരീസ് ചെയ്യുമ്പോൾ ഞാൻ അവിടെ വളരെ വിശദമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജൈമിനി മഹർഷിയും അവരുടെ പാശുപത സമ്പ്രദായവും അത് വഴി യുഗസന്ധ്യയിൽ ഇതിനെ തിരിച്ചെടുത്തതുമൊക്കെ നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരശുരാമൻ എന്ന് പറയുന്ന കഥാപാത്രം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പോൾ അത് ഒരുപാട് പറയാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അതിൻ്റെ പരശുരാമൻ എന്ന അസ്തിത്വത്തെ നമുക്ക് വളരെ ഭംഗിയായി
മനസ്സിലാക്കാം. കാരണം ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കഥാപാത്രം കൂടെയാണ് പരശുരാമൻ. കാരണം ഈ പറയുന്ന പോലെ നമ്മൾ വാച്യമായ കുറേ അർത്ഥത്തിൽ അവിടെ കുടുങ്ങിപ്പോയി. എന്നിട്ട് അതാണ് ശരി എന്ന് വിചാരിച്ച് നമ്മൾ ഈ പറയുന്ന പോലെ പുരാണങ്ങളിൽ കാണുന്നതാണ് സത്യം, അല്ലേ? തൻ്റെ മാതാവിനെ കൊന്നവൻ എന്നൊക്കെയുള്ള ഒരുപാട് ആരോപണങ്ങൾ നേരിടുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് പരശുരാമന് അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ അവതാരമാണ് രാമന് മുമ്പേ ഉള്ളത്. അപ്പോൾ ആ ഒരു അവതാരത്തെ അത് അർഹിക്കുന്ന, കാരണം രാമൻ്റെ അവതാരം എല്ലാം ഈ പറയുന്ന പോലെ മനസ്സിലാക്കാതെ നമ്മൾ ഇപ്പം മഹാബലി ആയാലൊക്കെ എന്താ, മഹാബലിയുടെ വാമനനായാലും ഒക്കെ എന്താ, നമ്മൾ ഈ പറയുന്ന പോലെ അല്ലേ. ഇന്ന് ഇപ്പോൾ ഓണം വരാനായല്ലോ. അപ്പോൾ ഓണം വരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടംപോലെ ബ്ലോഗ്സ് കാണാം, ഇങ്ങനെ എഴുതി വിടുന്നുണ്ടാവും ഫേസ്ബുക്കിൽ ഓരോ പോസ്റ്റൊക്കെ. എന്താ അത് ഈ പറയുന്ന സെക്യുലറിസം ഇല്ലാതെ, കമ്മ്യൂണിസം ഇല്ലാത്ത ഒരു ജീവിതക്രമം അല്ലെങ്കിൽ രാജഭരണത്തെ അല്ലെങ്കിൽ ബ്രാഹ്മണ്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ ആക്കം കൂട്ടുന്നതാണ് ഓണം, അതിൻ്റെ ഇതിഹാസം എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഐതിഹ്യം എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെയൊക്കെ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നും, സഹതാപം തോന്നും. ഈ കാര്യങ്ങളൊന്നും, ഈ തത്വമൊന്നും അറിയാതെയാണല്ലോ ഈശ്വര ഇവർ ഇതൊക്കെ എഴുതി വെക്കുന്നത്. കാരണം അവരോട് തന്നെ സത്യം നമ്മൾ പറയില്ലേ, നമ്മൾ മണ്ടന്മാരോട് തോന്നുന്ന ഒരു വികാരമില്ലേ നിങ്ങൾക്ക്? കാര്യം അറിയാതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന ആളുകളോട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു വികാരം എന്താ? അതാണ് തോന്നുക. അപ്പോൾ എന്ത് തന്നെ ആയാലും നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ വളരെ വിശദമായി നമ്മൾ ബാലകാണ്ഡത്തിൽ പരിചയപ്പെട്ട കഥാപാത്രങ്ങളുടെ തത്വം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സാക്ഷാൽ ഒരു കഥാപാത്രമാണ് ബാക്കി. അത് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ വിശദമായി ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പറയുന്ന പോലെ ശ്രീരാമചന്ദ്രൻ അല്ലെങ്കിൽ അയോധ്യയിലെ 4 രാജകുമാരന്മാർ എങ്ങനെയാണ് ധർമാർത്ഥ കാമമോക്ഷങ്ങളായത്, എങ്ങനെയാണ് അവർ 4 വേദങ്ങളായത്, അതുപോലെ വസിഷ്ഠൻ എന്ന നാമത്തിൻ്റെ ആന്തരികമായ അർത്ഥം എന്താണ്, അതുപോലെ ഋഷി വിശ്വാമിത്രൻ ആരാണ് യഥാർത്ഥത്തിൽ എന്നൊക്കെ നമ്മൾ വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. രാമായണം വായിക്കുന്ന നിങ്ങൾ ഏവരിലും ഇനി ആ പദങ്ങൾ എത്തുന്ന സമയത്ത് യഥാർത്ഥ തത്വത്തിനെ നിങ്ങളുടെ മനസ്സ് അതിന് ചുറ്റും, അല്ലെ, രാമനാമം ജപിക്കാൻ പറഞ്ഞ് ആ ധാർമ്മികമായ ആ മൂല്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുന്നത് പോലെ തന്നെ ബാലകാണ്ഡം വായിക്കുമ്പോൾ ഇത്രയും ആളുകളെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ തത്വങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം. വിശ്വാമിത്ര മഹർഷിയെക്കുറിച്ച് പറഞ്ഞില്ലേ, എന്തുകൊണ്ട് ഗായത്രി മന്ത്രം, വിശ്വാമിത്ര എന്നൊക്കെയുള്ള കണക്ടിവിറ്റി നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, അല്ലേ? ഇങ്ങനെ പ്രപഞ്ചത്തിൻ്റെ സുഹൃത്തായിരിക്കുന്ന ആൾക്കാണ് യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിൻ്റെ കാരകനായ സവിതാവിനെ നോക്കിയൊരു മന്ത്രം വാങ്ങുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദർശിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അത് തന്നെയാണ് അദ്ദേഹം ചെയ്തതും. അപ്പോൾ ഇനി വരുന്നതിൽ ഇപ്പം നമ്മൾ ജനകൻ്റെയും പറഞ്ഞു, ഈ പറയുന്നത് എന്താണ് ജനകൻ. ഇനി നമ്മൾ പരശുരാമൻ എന്ന നാമത്തിൻ്റെ രൂപകം അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം, അല്ല അടുത്ത എപ്പിസോഡിൽ പറയാം. എന്നെ ഇത്ര നേരവും കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ രാമായണത്തിൻ്റെ സീരീസ് അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് ശ്രീരാമ എന്ന ഈ സീരീസ് പരമാവധി ആളുകൾക്ക്, നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക്, സുഹൃത്തുക്കൾക്ക് ഒക്കെ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഇതിൻ്റെ ലിങ്ക്. കാരണം ഉറച്ച് വിശ്വസിക്കുന്നു യതീശ, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ വിളിച്ചോതുന്ന ആധുനിക കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സമകാലീന കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ സുഹൃത്തായി വർത്തിക്കാൻ പോകുന്ന ഇതിഹാസങ്ങൾ. അപ്പോൾ ഈ ഇതിഹാസങ്ങൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥ തലങ്ങളിലൂടെ അതിനെ സമീപിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആനന്ദം യഥാർത്ഥത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ നിങ്ങളെല്ലാവരെയും കാണാമെന്ന പ്രതീക്ഷയിൽ നിർത്തുകയാണ്.